ഏതാണ്ട് 23ഓളം വർഷമായി 40 വയസ്സ് പ്രായമുള്ള ഞാൻ ഈ ഒരു മേഖലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തും പല രാജ്യങ്ങളിലും ഈ ജ്യോതിഷ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള എൻ്റെ പേരിനെയും എൻ്റെ തറവാടിൻ്റെ ഒരു പാരമ്പര്യത്തെയും നശിപ്പിക്കാൻ പല ഗൂഢശക്തികളും എൻ്റെ നാട്ടിൽ തുടങ്ങിയതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ ഒരു വ്യാജ റെയ്ഡ്. സത്യാവസ്ഥ എനിക്കറിയണം. അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു അവരുടെ അതിൻ്റെ പിറകിൽ? പലതരത്തിലുള്ള ചെയ്യാൻ പാടില്ലാത്ത പലതും അന്ന് അവിടെ അരങ്ങേറിയുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളോട് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം അതൊരു അന്വേഷണത്തിന്റെ ഭാഗത്തിലാണ്. ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. കാരണം 23 വർഷത്തോളം ഞാൻ ഈ എല്ലാവരുടെ മുന്നിലും സത്യസന്ധമായി ജീവിച്ചിട്ട് ഈ ഒരു കള്ളക്കേസ് എനിക്കെതിരെ ചുമത്താനുള്ള ആർക്കാണ് അതിന്റെ ഒരു ഗൂഢ ഉദ്ദേശം? ഈ സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒരു ധർമ്മത്തെയോ അല്ല ഞാൻ ചെയ്യുന്നത്. മനുഷ്യനായിട്ടുള്ള ധർമ്മം എന്നുള്ളതിനെ പാലിക്കുന്നതാണ് സത്യത്തിൽ യാഥാർത്ഥ്യ ജ്യോത്സ്യന്മാർ. നമ്പൂതിരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ്യൻ എന്നുള്ള ആക്ഷേപം ആയിരുന്നു എനിക്ക് ആ റെയ്ഡിൽ ഉടനീളം മനസ്സിലാക്കാൻ സാധിച്ചത്. സാധാരണ ഒരു ക്രിമിനലിനെ ചോദ്യം ചെയ്യുന്നതിനേക്കാളും അവർ ഈ ആരോപണത്തെ വെച്ചിട്ട് എന്നെ സംശയിച്ച് പെരുമാറി. അതിലുള്ള സംശയം എനിക്ക് പലതരത്തൊന്നും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും മറ്റും നിർബന്ധിച്ചാണ് എന്നെ ഇത്തരത്തിലുള്ള ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ തെറ്റിൽപ്പെട്ട് അബദ്ധത്തിൽ വ്യാജ കേസുകളിൽപ്പെട്ട് ഇനിയും പെട്ടേക്കാം. ഈ ഒരു സമൂഹത്തിന് എന്നെ പോലെ മറ്റ് സമാജങ്ങളെയോ മറ്റു പാർട്ടികളെയോ ഞാൻ ആശ്രയിച്ചിട്ടില്ല. കാര്യം ഇതൊരു പരമസത്യം ആണ്. എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിമിഷം വരെയും ഒരു സമാജക്കാരെയും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇത്രയും മോശപ്പെട്ട ഒരു കേസിൽ പെടുത്തി എന്നെ വല്ലാതെ ഒരു താറടിച്ച് കാണിക്കാൻ, എൻ്റെ ഒരു പാരമ്പര്യത്തെ ഇല്ലാണ്ടാക്കാൻ ഉള്ള ഒരു വ്യാജ കേസായിട്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ആ സത്യാവസ്ഥ നിങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ഈ ഒരു മാധ്യമ സമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത്.